ഹലോ നമസ്കാരം കൂട്ടുകാരെ. നമ്മൾ PYQ സീരീസ് ആണ് ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ആൻസർ അതിൻ്റെ അനുബന്ധ വിഷയങ്ങളും ആണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. PSCയുടെ ഏതൊരു പരീക്ഷയ്ക്കും വളരെയേറെ പ്രയോജനപ്പെടുന്ന ഒരു പഠന രീതിയാണിത്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ്സിലോട്ട് കടക്കുകയാണ്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 966 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതാണ്? 966 ബന്ധിപ്പിക്കുന്ന സ്ഥലമാണ് ഫറോക്ക് ടു പാലക്കാട്. ഫറോക്ക് ടു പാലക്കാട്. ദേശീയപാത 966ന്റെ പഴയ പേര് NH 213. NH 213 ദേശീയപാത 966ന്റെ പഴയ പേര്. ഇപ്പൊ കേരളത്തിലെ ആദ്യത്തെ ദേശീയപാതയാണ് NH 47. കേരളത്തിലെ ആദ്യ ദേശീയപാത NH 47. NH 47ന്റെ പുതിയ പേര് NH 544. NH 544. കുറച്ച് പുതിയ പേരുകളും ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളും നോക്കാം. NH 66. NH 66 പനവേൽ ടു കന്യാകുമാരി. എവിടെയാണ്? പനവേൽ ടു കന്യാകുമാരി. NH 66. NH 85 കൊച്ചി ടു ഡൊണ്ടി പോയിന്റ് ആണ് NH 85. NH 183 ഡിണ്ടിഗൽ ടു കൊട്ടാരക്കര. 183. NH 183. നോക്കിത് എഴുതി വെച്ചിട്ട് പഠിക്കുക കേട്ടോ. NH 544 സേലം ടു എറണാകുളം. ആദ്യത്തെ ദേശീയപാത അല്ലെ. NH 744 തിരുമംഗലം ടു കൊല്ലം. NH 744 തിരുമംഗലം ടു കൊല്ലം. NH 766 കോഴിക്കോട് ടു മൈസൂർ. NH 766 കോഴിക്കോട് ടു മൈസൂർ. NH 966 പാലക്കാട് ടു കോഴിക്കോട്. NH 966 പാലക്കാട് ടു കോഴിക്കോട്. അപ്പോൾ കോഴിക്കോടാണല്ലോ ഫറോക്ക്, അതുകൊണ്ടാണ് ഫറോക്ക് ടു പാലക്കാട് എന്ന് പറഞ്ഞത് കേട്ടോ. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? NH 966 ബന്ധിപ്പിക്കുന്ന സ്ഥലം. ഓക്കെ, പാലക്കാട് ടു കോഴിക്കോടുള്ള ഒരു സ്ഥലമാണ് ഫറോക്ക്. അപ്പോൾ ഫറോക്ക് ടു പാലക്കാട് എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. അടുത്ത NH 966A കളമശ്ശേരി ടു വല്ലാർപാടം. NH 966A കളമശ്ശേരി ടു വല്ലാർപാടം. NH 996B കുണ്ടന്നൂർ ടു വെല്ലിംഗ്ടൺ. NH 996B ആണ് കുണ്ടന്നൂർ ടു വെല്ലിംഗ്ടൺ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇത് എഴുതി വെച്ച് പഠിക്കാം. അടുത്ത പോയിന്റ്, കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നിലവിൽ വന്നത് 1965. ഏതാണ്? KSRTC നിലവിൽ വന്നത് എപ്പോഴാണ്? 1965. തിരുവിതാംകൂറിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം ആരംഭിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. തിരുവിതാംകൂറിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം ആരംഭിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ 1938. 1938. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകനാണ് AKG. ആരാണ്? AKG. ഇന്ത്യൻ കോഫി ഹൗസ് സ്ഥാപിച്ചത് 1958 മാർച്ച് 8. മാർച്ച് 8, 1958. 1936 കണ്ണൂരിൽ നിന്ന് മദിരാശിയിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് AKG. 1936 കണ്ണൂരിൽ നിന്ന് മദിരാശിയിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് ആരാണ്? AKG ആണ്. വർഷം 1936. AKG KPCCയുടെ സെക്രട്ടറി ആയത് 1934. AKG KPCCയുടെ സെക്രട്ടറി ആയത് 1934. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് AKG ആണ്. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് AKG. ലോകസഭയിലെ ആദ്യ അനൗദ്യോഗിക പ്രതിപക്ഷ നേതാവാണ് AKG. ലോകസഭയിലെ ആദ്യ അനൗദ്യോഗിക പ്രതിപക്ഷ നേതാവ്. പാർലമെന്റ് മന്ദിരത്തിൽ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ആരാ? AKG. ഗുരുവായൂർ സത്യാഗ്രഹ പ്രചരണ ജാഥയുടെ വോളണ്ടിയർ ക്യാപ്റ്റനായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ വ്യക്തിയാണ് AKG. AKGയുടെ ആത്മകഥയാണ് എൻ്റെ ജീവിത കഥ. ഒന്നിലധികം തവണ കേരള മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് EMS നമ്പൂതിരിപ്പാട്. ഒന്നിലധികം തവണ കേരള മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി ആരാണ്? EMS നമ്പൂതിരിപ്പാട്. EMS ആരംഭിച്ച പത്രമാണ് പ്രഭാതം. EMS ആരംഭിച്ച പത്രം ഏതാണ്? പ്രഭാതം.
അടുത്ത ക്വസ്റ്റ്യൻ, സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയതാര്? സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയതാര്? അയ്യങ്കാളി. ആരാണ്? അയ്യങ്കാളി. അയ്യങ്കാളി ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഇന്ദിരാഗാന്ധി. പിന്നോക്ക സമുദായങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവുമായ മോചനത്തിനായി അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സംഘടനയാണ് സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം 1907. സാധുജന പരിപാലന സംഘം. വിദ്യാഭ്യാസ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിനായി അയ്യങ്കാളി വെങ്ങാനൂരിൽ കുടിപള്ളിക്കൂടം സ്ഥാപിച്ചു. 1905. 1905 വിദ്യാഭ്യാസ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിനായി അയ്യങ്കാളി സ്ഥാപിച്ച പള്ളിക്കൂടമാണ് ഇത്? വെങ്ങാനൂരിലെ കുടിപള്ളിക്കൂടം. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന കർഷക തൊഴിലാളി സമരം ഏതു പേരിലാണ് അറിയപ്പെട്ടത്? 90-ാം ആണ്ട് സമരം. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന കർഷക തൊഴിലാളി സമരം അറിയപ്പെട്ടത് 90-ാം ആണ്ട് സമരം എന്നാണ്. അയ്യങ്കാളിയെ പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. അയ്യങ്കാളിയെ പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി. അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത് 1911. തിരുവനന്തപുരത്ത് കവടിയാറിലുള്ള അയ്യങ്കാളി പ്രതിമ 1980 അനാച്ഛാദനം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ്. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക സമരം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ്? അയ്യങ്കാളിയുടെ. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തിയത് 1893. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തിയത് 1893. അയ്യങ്കാളി സ്മാരക സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2002 ഓഗസ്റ്റ് 12. അയ്യങ്കാളി സ്മാരക സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2002 ഓഗസ്റ്റ് 12. അയ്യങ്കാളിയുടെ ശവകുടീരം അറിയപ്പെടുന്നത് പാഞ്ചജന്യം. അയ്യങ്കാളിയുടെ ശവകുടീരം അറിയപ്പെടുന്നത് പാഞ്ചജന്യം. കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം അയ്യങ്കാളി ഭവൻ, തിരുവനന്തപുരം. കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം അയ്യങ്കാളി ഭവൻ, തിരുവനന്തപുരം. കറുത്ത സൂര്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അയ്യങ്കാളി. കറുത്ത സൂര്യൻ എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. സാധുജന പരിപാലന സംഘം 1907. കുടിപള്ളിക്കൂടം 1905. ശ്രീമൂലം പ്രജാസഭയിൽ അയ്യങ്കാളി അംഗമായത് 1911. കവടിയാറിലെ അയ്യങ്കാളി പ്രതിമ അനാച്ഛാദനം ചെയ്തത് 1980. 1893 വില്ലുവണ്ടി സമരം. 2002 അയ്യങ്കാളി സ്റ്റാമ്പ്. ഒന്നുകൂടെ റിവൈസ് ചെയ്തതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദേശസേവികാ സംഘം സ്ഥാപിച്ചതാര്? ദേശസേവികാ സംഘം സ്ഥാപിച്ചത് അക്കമ്മ ചെറിയാൻ. ആരാണ്? അക്കമ്മ ചെറിയാൻ. തിരുവിതാംകൂർ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് അക്കമ്മ ചെറിയാനാണ്. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് അക്കമ്മ ചെറിയാൻ. അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. കേരളത്തിന്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്ന വനിതയാണ് അക്കമ്മ ചെറിയാൻ. കേരളത്തിന്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്ന വനിതയാണ് അക്കമ്മ ചെറിയാൻ. തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് 1947 കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു 1947. അക്കമ്മ ചെറിയാന്റെ നേതൃത്വത്തിൽ ദേശസേവികാ സംഘം സ്ഥാപിതമായത് 1938. ദേശസേവികാ സംഘം 1938. അക്കമ്മ ചെറിയാൻ. അക്കമ്മ ചെറിയാന്റെ പ്രധാന കൃതിയാണ് 114 കഥ. 114 കഥ എന്ന് പറയുന്നത് അക്കമ്മ ചെറിയാന്റെ ആത്മകഥയാണ്. കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയ വനിതയാണ് ആര്യാബള്ളം. കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയ വനിതയാണ് ആര്യാബള്ളം. കാതുമുറി പ്രസ്ഥാനത്തിന്റെ നേതാവാണ് ആര്യാബള്ളം. കാതുമുറി പ്രസ്ഥാനത്തിന്റെ നേതാവ് ആര്യാബള്ളം. എങ്ങനെ കണക്ട് ചെയ്യാം? ഇതൊക്കെ നമുക്ക് ഓർത്തിരിക്കണം അല്ലെ. അപ്പൊ എന്താ ചെയ്യുക? ആര്യാപള്ളം, പള്ളം എന്ന് പറഞ്ഞാൽ ഒരു കുഴിയാണ് എന്നുള്ള രീതിയിൽ സങ്കല്പിക്കുക. കല്ലുമാല, അപ്പൊ കല്ലൊക്കെ എടുത്ത് മാല കോർത്ത് ഇവിടുത്തെ ആ ഒരു എന്താ ഒരു കുഴിയിൽ കുറെ കല്ലുകളുണ്ട്, അതെടുത്ത്
മാല കോർത്തൊന്ന് ഓർത്തിരിക്കുക. അതുപോലെ കാത് മുറിഞ്ഞു, കല്ലെടുത്ത് എറിഞ്ഞപ്പോൾ കാത് മുറിഞ്ഞു. അപ്പോൾ കാതുമുറി പ്രസ്ഥാനവും കല്ലുമാല സമരവും ആരുമായി ബന്ധപ്പെട്ടിരിക്കണോ എന്ന് ചോദിച്ചാൽ ആര്യാപള്ളമാണെന്ന് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നയിച്ചത് ആരാണ്? ആര്യാപള്ളമാണ്. പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നയിച്ചത് ആര്യാപള്ളമാണ്. നമ്പൂതിരി ബിൽ ചർച്ച ചെയ്യുന്നതിനായി കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. നമ്പൂതിരി ബിൽ ചർച്ച ചെയ്യുന്നതിനായി കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. സ്ത്രീ സ്വാതന്ത്ര്യത്തിനായി അന്തപുര മർദ്ദനോ എന്ന പ്രമേയം അവതരിപ്പിച്ചു. സ്ത്രീ സ്വാതന്ത്ര്യത്തിനായി അന്തപുര മർദ്ദനോ എന്ന പ്രമേയം അവതരിപ്പിച്ചു. അപ്പൊ ഈ നമ്പൂതിരി സ്ത്രീകളുമായി ബന്ധപ്പെട്ടത് ആരാണ്? ആര്യാപള്ളമാണ്. ആര്യാപള്ളം. ഓക്കെ. കല്ലുമാല പ്രസ്ഥാനം, കാതുമുറി പ്രസ്ഥാനം, കല്ലുമാല സമരം, കാതുമുറി പ്രസ്ഥാനം, നമ്പൂതിരി ബില്ല്, അതുപോലെ അന്തപുര മർദ്ദനം എന്ന പ്രമേയം, ഇതൊക്കെ ആരുമായി ബന്ധപ്പെട്ടിരിക്കണമെന്ന് ചോദിച്ചാൽ ആരാണ്? ആര്യാപള്ളമാണെന്ന് ഓർത്തിരിക്കുക. വി.ടി. ഭട്ടതിരിപ്പാടിന്റെ നിർദ്ദേശത്തെ തുടർന്ന് മറക്കുട ബഹിഷ്കരണ യാത്രയ്ക്ക് നേതൃത്വം നൽകിയതും ആര്യാപള്ളമാണ്. വി.ടി. ഭട്ടതിരിപ്പാടിന്റെ നിർദ്ദേശത്തെ തുടർന്ന് മറക്കുട ബഹിഷ്കരണ യാത്രയ്ക്ക് നേതൃത്വം നൽകി. മറക്കുട ബഹിഷ്കരണം എന്നൊക്കെ പറയുന്നത് നമ്പൂതിരി സമുദായവുമായി ബന്ധപ്പെട്ട് നടന്ന ബഹിഷ്കരണമാണ് അല്ലേ? ഓക്കെ. അപ്പൊ അത് ആരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്? നമ്മുടെ ആര്യാപള്ളവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ക്ലിയർ അല്ലേ? അടുത്തത്, മലബാറിലെ സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കാൻ നേതൃത്വം നൽകിയ വനിത ആര്? മലബാറിൽ കേട്ടോ, ഇത് വരുന്നത് എവിടെയാണ്? മലബാറില് സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കാൻ നേതൃത്വം നൽകിയ വനിതയാണ് A.V. കുട്ടിമാളു അമ്മ. ആരാണ്? A.V. കുട്ടിമാളു അമ്മയാണ് മലബാറിലെ സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കാൻ നേതൃത്വം നൽകിയ വനിത. A.V. കുട്ടിമാളു അമ്മ മദ്രാസ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് 1936 A.V. കുട്ടിമാളു അമ്മ മദ്രാസ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു 1936. 2 മാസം പ്രായമുള്ള കുഞ്ഞുമായി നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുകയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്ത മലയാളി വനിതയാണ് A.V. കുട്ടിമാളു അമ്മ. അപ്പൊ കുട്ടിയെ കൊണ്ട് ജയിൽവാസം അനുഭവിച്ചത് ആരാണ്? A.V. കുട്ടിമാളു അമ്മ. അങ്ങനെ കണക്ട് ചെയ്യാം. 2 മാസം പ്രായമുള്ള കുഞ്ഞുമായി നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുകയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്ത മലയാളിയാണ് A.V. കുട്ടിമാളു അമ്മ. മാതൃഭൂമി പബ്ലിക്കേഷൻ ഡയറക്ടർ, മലബാർ ഹിന്ദി പ്രജാസഭയുടെ പ്രസിഡന്റ് എന്നീ നിലകളിലും A.V. കുട്ടിമാളു അമ്മ പ്രവർത്തിച്ചിട്ടുണ്ട്. 2ാം തവണ മദ്രാസ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് 1946. ഓക്കെ. അപ്പോൾ ഇദ്ദേഹം എന്താണ്? 2ാം തവണയും മദ്രാസ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു 1936. ആദ്യമായിട്ട് മദ്രാസ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് A.V. കുട്ടിമാളു അമ്മ ആദ്യമായിട്ട് മദ്രാസ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു 1936. 2ാം തവണ തിരഞ്ഞെടുക്കപ്പെട്ടത് 1946. അടുത്തത്, കേരളത്തിൽ നിന്ന് നിയമബിരുദം നേടിയ ആദ്യ വനിത ആര്? കേരളത്തിൽ നിന്ന് നിയമബിരുദം നേടിയ ആദ്യ വനിതയാണ് അന്ന ചാണ്ടി. ആരാണ്? അന്ന ചാണ്ടി. ഇന്ത്യയിൽ ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ വനിത അന്ന ചാണ്ടി. ഇന്ത്യയിൽ ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ വനിതയാണ് അന്ന ചാണ്ടി. കേരള ഹൈക്കോടതിയിലെ ജഡ്ജിയായിരുന്നു 1959. 1959 കേരള ഹൈക്കോടതി ജഡ്ജിയായിരുന്നു ആര്? അന്ന ചാണ്ടി. ഇന്ത്യയിലെ ഒരു ജില്ലാ കോടതിയിൽ ജഡ്ജിയായ ആദ്യ വനിതയാണ് അന്ന ചാണ്ടി. ഇന്ത്യയിലെ ഒരു ജില്ലാ കോടതിയിൽ ജഡ്ജിയായ ആദ്യ വനിത കൂടിയാണ് ആര്? അന്ന ചാണ്ടി. ആത്മകഥ എന്താണ്? അന്ന ചാണ്ടിയുടെ ആത്മകഥ ആത്മകഥ തന്നെയാണ്. ആത്മകഥ എന്ന് പറയുന്ന രചനയാണ് എന്താ? അന്ന ചാണ്ടിയുടെ ആത്മകഥ. ക്ലിയർ ആണോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അമൃതവാണി, പ്രബുദ്ധ കേരളം എന്നീ മാസികകൾ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? അമൃതവാണി, പ്രബുദ്ധ കേരളം എന്നീ മാസികകൾ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? ആരുടെയാണ്? ആഗമാനന്ദ സ്വാമി അല്ലെ? ആരുടെയാണ്? ആഗമാനന്ദ സ്വാമി. കാലടി ശ്രീരാമകൃഷ്ണാശ്രമം സ്ഥാപിച്ചത് സ്വാമി ആഗമാനന്ദനാണ്. കാലടി ശ്രീരാമകൃഷ്ണാശ്രമം സ്ഥാപിച്ചത് ആരാണ്? സ്വാമി ആഗമാനന്ദൻ. കാലടി ബ്രഹ്മോദയം സ്കൂൾ സ്ഥാപിച്ചത് ആഗമാനന്ദ സ്വാമിയാണ്. കാലടിയിൽ ബ്രഹ്മാനന്ദോദയം സ്കൂൾ സ്ഥാപിച്ചു. ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരള ഘടകം പ്രവർത്തകനായി പ്രവർത്തിച്ചു. ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരള ഘടകം പ്രവർത്തകനായി പ്രവർത്തിച്ചു. ഇദ്ദേഹത്തിന്റെ കൃതികളാണ് വിവേകാനന്ദ സന്ദേശം, ശ്രീ ശങ്കര ഭാഗവത് ഗീതാ വ്യാഖ്യാനം.
വിവേകാനന്ദ സന്ദേശം, ശ്രീ ശങ്കര ഭഗവത്ഗീത വ്യാഖ്യാനം എന്നിവ അദ്ദേഹത്തിന്റെ കൃതികളാണ്. 1917 മിശ്രഭോജനം സംഘടിപ്പിക്കാൻ നേതൃത്വം നൽകിയത് സഹോദരൻ അയ്യപ്പൻ. 1917 മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ. 1938 സഹോദരൻ അയ്യപ്പൻ രൂപം നൽകിയ പാർട്ടിയാണ് സോഷ്യലിസ്റ്റ് പാർട്ടി. എന്താണ് സോഷ്യലിസ്റ്റ് പാർട്ടി? ആര് രൂപം നൽകി? സഹോദരൻ അയ്യപ്പൻ. വർഷം 1938. സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച പത്രമാണ് വേലക്കാരൻ. സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച പത്രം ഏതാണ്? വേലക്കാരൻ. സഹോദരൻ എന്ന മാസികയുടെ സ്ഥാപകനാണ് സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ എന്ന മാസികയുടെ സ്ഥാപകനാണ് സഹോദരൻ അയ്യപ്പൻ. കേരളത്തിലെ ആധുനിക പ്രസംഗ കലയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. കേരളത്തിലെ ആധുനിക പ്രസംഗ കലയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. യുക്തിവാദി മാസികയുടെ ആദ്യ പത്രാധിപനാണ് സഹോദരൻ അയ്യപ്പൻ. യുക്തിവാദി മാസികയുടെ ആദ്യ പത്രാധിപനാണ് ആര്? സഹോദരൻ അയ്യപ്പൻ. ശ്രീനാരായണ സേവികാ സമാജം ആരംഭിച്ച നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ. ശ്രീനാരായണ സേവികാ സമാജം ആരംഭിച്ച നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പൻ SNDP യോഗത്തിന്റെ പ്രസിഡന്റ് ആയത് 1938. സഹോദരൻ അയ്യപ്പൻ SNDP യോഗത്തിന്റെ പ്രസിഡന്റായി ഏതാ വർഷം? 1938. അപ്പൊ ഈ 1938 തന്നെയാണ് അദ്ദേഹം എന്ത് ചെയ്തത്? സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത്. ക്ലിയർ ആണോ? അപ്പൊ 1917 മിശ്രഭോജനം, 1938 സോഷ്യലിസ്റ്റ് പാർട്ടി, അതുപോലെ SNDPയുടെ പ്രസിഡന്റായി. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തത് കേരളത്തിലെ തൊഴിലാളി സംഘടനകളുടെ സ്ഥാപക പിതാവായി അറിയപ്പെടുന്നത് ആര് തന്നെയാണ്? സഹോദരൻ അയ്യപ്പനാണ്. കേരളത്തിലെ തൊഴിലാളി സംഘടനയുടെ സ്ഥാപക നേതാവായി അറിയപ്പെടുന്നത് സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചെറായി, എറണാകുളം. ഇതാണ് സഹോദരൻ അയ്യപ്പൻ സ്മാരകം, ചെറായി. പയ്യന്നൂരിൽ ശ്രീനാരായണ വിദ്യാലയം സ്ഥാപിച്ചത് ആനന്ദ തീർത്ഥനാണ്. പയ്യന്നൂർ കണ്ണൂരിലെ ശ്രീനാരായണ വിദ്യാലയം സ്ഥാപിച്ചു ആര്? ആനന്ദ തീർത്ഥൻ. നാമകരണ വിപ്ലവം നടത്തിയത് ആനന്ദ തീർത്ഥനാണ്. നാമകരണ വിപ്ലവം നടത്തിയത് ആരാണ്? ആനന്ദ തീർത്ഥൻ. മാനവ സേവയാണ് ഈശ്വര സേവ എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ആനന്ദ തീർത്ഥനാണ്. മാനവ സേവയാണ് ഈശ്വര സേവ എന്ന് പ്രഖ്യാപിച്ചത് ആനന്ദ തീർത്ഥൻ. ജാതിനാശിനി സഭയ്ക്ക് രൂപം നൽകിയത് ആര് തന്നെയാണ്? ആനന്ദ തീർത്ഥൻ തന്നെയാണ്. ജാതിനാശിനി സഭയ്ക്ക് രൂപം നൽകി ആര്? ആനന്ദ തീർത്ഥൻ. മിതവാദി പത്രം ആരംഭിച്ചത് മൂർക്കോത്തുകുമാരനാണ്. മിതവാദി പത്രം ആരംഭിച്ചത് മൂർക്കോത്തുകുമാരൻ. 1913 മിതവാദി പത്രം കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ചത് C കൃഷ്ണനാണ്. 1913 മിതവാദി പത്രം കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ചത് C കൃഷ്ണനാണ്. കോഴിക്കോട് മഹാബോധി ബുദ്ധമിഷൻ സ്ഥാപിച്ചത് C കൃഷ്ണനാണ്. കോഴിക്കോട് മഹാബോധി ബുദ്ധമിഷൻ സ്ഥാപിച്ചത് ആരാണ്? C കൃഷ്ണനാണ്. തളിറോഡ് സമരത്തിന് നേതൃത്വം നൽകിയത് C കൃഷ്ണൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തളിറോഡ് സമരത്തിന് നേതൃത്വം നൽകിയത് C കൃഷ്ണൻ. അടുത്ത ക്വസ്റ്റ്യൻ, തുവയൽ പന്തികൾ എന്നറിയപ്പെട്ട കൂട്ടായ്മ സ്ഥാപിച്ചത് ആര്? തുവയൽ പന്തികൾ എന്നറിയപ്പെട്ട കൂട്ടായ്മ സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. ആരാണ്? വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികൾക്ക് മാതാപിതാക്കൾ ആദ്യമിട്ട പേര് മുടിചൂടും പെരുമാൾ എന്നാണ് മാതാപിതാക്കൾ നൽകിയ പേര്. സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. കേരളത്തിലെ സാമൂഹിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച ആദ്യകാല നവോത്ഥാന പ്രസ്ഥാനമാണ് സമത്വ സമാജം. സമത്വ സമാജം സ്ഥാപിച്ചത് 1836. ചാന്നാർ ലഹളയ്ക്ക് പിന്തുണ നൽകിയ സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. ചാന്നാർ ലഹളയ്ക്ക് പിന്തുണ നൽകി. ഏതാ വർഷം? 1822. വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? നിഴൽ താങ്കൽ. വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്നത് നിഴൽ താങ്കൽ. നോക്കൂ, ചാന്നാർ ലഹള കൺഫ്യൂഷൻ അടിക്കേണ്ട. 1822 മുതൽ തുടങ്ങി 1859 അവസാനിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്നും കൺഫ്യൂഷൻ വേണ്ട. ഓക്കെ, അപ്പോൾ അടുത്ത പോയിന്റ് നോക്കാം. വൈകുണ്ഠസ്വാമികളെ അറസ്റ്റ് ചെയ്ത് താമസിപ്പിച്ച ജയിൽ ഏതാണ്? ശിങ്കാരത്തോപ്പ്. വൈകുണ്ഠസ്വാമികളെ അറസ്റ്റ് ചെയ്ത് താമസിപ്പിച്ച ജയിലാണ് ശിങ്കാരത്തോപ്പ്. ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ദക്ഷിണേന്ത്യയിൽ ആദ്യ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ്. ധർമ്മയുഗം സ്ഥാപിക്കുക എന്ന തൻ്റെ ലക്ഷ്യം നേടുന്നതിനായി വൈകുണ്ഠസ്വാമികൾ വികസിപ്പിച്ചെടുത്ത ചിന്താ പദ്ധതിയാണ് അയ്യാവഴി. ഏതാണ്? അയ്യാവഴി. ആസ്ഥാനം സ്വാമിത്തോപ്പ്. അയ്യാവഴിയുടെ ചിഹ്നം തീജ്വാല വഹിക്കുന്ന താമര.
അയ്യാവഴിയുടെ ചിഹ്നം തീജ്വാല വഹിക്കുന്ന താമര. വൈകുണ്ഠസ്വാമികളുടെ ശിഷ്യനാണ് തൈക്കാട് അയ്യാഗുരു. വൈകുണ്ഠസ്വാമികളുടെ ശിഷ്യൻ തൈക്കാട് അയ്യാഗുരു. തൈക്കാട് അയ്യാഗുരു പിൽക്കാലത്ത് പ്രസിദ്ധനായത് ഏതു പേരിലാണ്? ശിവരാജയോഗി. തൈക്കാട് അയ്യാഗുരു പിൽക്കാലത്ത് പ്രസിദ്ധനായത് ശിവരാജയോഗി എന്ന പേരിലാണ്. പന്തിഭോജനം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് തൈക്കാട് അയ്യാഗുരു. പന്തിഭോജനം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് തൈക്കാട് അയ്യാഗുരു. സവർണർ പണലിപ്പറയൻ എന്നാക്ഷേപിച്ച സാമൂഹിക പരിഷ്കർത്താവ്. സവർണർ പണലിപ്പറയൻ എന്നാക്ഷേപിച്ച സാമൂഹിക പരിഷ്കർത്താവ്. മനോന്മണിയും സുന്ദരപിള്ളയുടെ സഹായത്തോടെ തൈക്കാട് അയ്യാഗുരു സ്ഥാപിച്ച സംഘടനയാണ് ശൈവ പ്രകാശ സഭ. മനോന്മണിയും സുന്ദർ പിള്ളയുടെ സഹായത്തോടെ തൈക്കാട് അയ്യാഗുരു സ്ഥാപിച്ച സംഘടനയാണ് ശൈവ പ്രകാശ സഭ. അയ്യ മിഷൻ രൂപം കൊണ്ടത് 1984 അയ്യ ഗുരുകുലം സ്ഥാപിച്ചത് 1955. കേരളത്തിലെ ഭാസ്കരാചാര്യ എന്നറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗി. കേരളത്തിലെ ഭാസ്കരാചാര്യ എന്നറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗി. നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. നിരീശ്വരവാദികളുടെ ഗുരു ബ്രഹ്മാനന്ദ ശിവയോഗി. ആനന്ദ മഹാസഭ രൂപീകരിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി. ആനന്ദ മഹാസഭ രൂപീകരിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി. കൊളംബോയിൽ ആനന്ദ സമാജം സ്ഥാപിച്ചു. കൊളംബോയിൽ ആനന്ദ സമാജം സ്ഥാപിച്ചു. സാരാഗ്രാഹി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചു. സാരാഗ്രാഹി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ജനനം 1852 ഓഗസ്റ്റ് 26. വിഗ്രഹാരാധന എതിർത്ത നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. വിഗ്രഹാരാധന എതിർത്ത നവോത്ഥാന നായകൻ. ചട്ടമ്പിസ്വാമികളുടെ യഥാർത്ഥ നാമം അയ്യപ്പൻ. ചട്ടമ്പിസ്വാമികളുടെ യഥാർത്ഥ നാമമാണ് അയ്യപ്പൻ. ബാല്യകാല നാമം കുഞ്ഞൻ പിള്ള. ബാല്യകാല നാമം കുഞ്ഞൻ പിള്ള. ജനനം 1853 ഓഗസ്റ്റ് 25. ജനനം 1853 ഓഗസ്റ്റ് 25. ശ്രീനാരായണ ഗുരുവും ചട്ടമ്പിസ്വാമികളും കണ്ടുമുട്ടിയത് 1882 അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ്. ശ്രീനാരായണ ഗുരുവും ചട്ടമ്പിസ്വാമികളും കണ്ടുമുട്ടിയത് 1882 അണിയൂർ ക്ഷേത്രത്തിൽ വെച്ച്. ചട്ടമ്പിസ്വാമികളുടെയും വിവേകാനന്ദനും കണ്ടുമുട്ടിയത് 1892 എറണാകുളത്ത് വെച്ചാണ്. ചട്ടമ്പിസ്വാമികളും വിവേകാനന്ദനും കണ്ടുമുട്ടിയത് 1892 എറണാകുളത്ത് വെച്ച്. ചട്ടമ്പിസ്വാമികളോടുള്ള ബഹുമാനാർത്ഥം ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് നവമഞ്ജരി. ചട്ടമ്പിസ്വാമികളോടുള്ള ബഹുമാനാർത്ഥം ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് നവമഞ്ജരി. ചട്ടമ്പിസ്വാമികളുടെ നിര്യാണത്തിൽ അനുശോചിച്ച് സമാധി സപ്താഹം രചിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. ചട്ടമ്പിസ്വാമികളുടെ നിര്യാണത്തിൽ അനുശോചിച്ച് സമാധി സപ്താഹം രചിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. ചട്ടമ്പിസ്വാമികൾ ജീവിതവും ദർശനവും എന്ന കൃതി രചിച്ചത് ടോണി മാത്യു. ചട്ടമ്പിസ്വാമികൾ ജീവിതവും ദർശനവും എന്ന കൃതി രചിച്ചത് ടോണി മാത്യു. ചട്ടമ്പിസ്വാമികൾ ജീവിതവും കൃതികളും എന്ന കൃതി രചിച്ചത് കെ മഹേശ്വരൻ നായർ. ചട്ടമ്പിസ്വാമികൾ ജീവിതവും കൃതികളും എന്ന കൃതി രചിച്ചത് കെ മഹേശ്വരൻ നായർ. ചട്ടമ്പിസ്വാമികൾ സമാധിയായത് 1924 മെയ് 5. ചട്ടമ്പിസ്വാമികൾ സമാധിയായത് 1924 മെയ് 5. കാവിയും കമണ്ഡലവുമില്ലാത്ത സന്യാസി എന്നറിയപ്പെടുന്നത് ചട്ടമ്പിസ്വാമികൾ. കാവിയും കമണ്ഡലവുമില്ലാത്ത സന്യാസി എന്നറിയപ്പെടുന്നത് ചട്ടമ്പിസ്വാമികൾ. ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ചട്ടമ്പിസ്വാമികളോടുള്ള ആദരസൂചകമായി പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2014 ഏപ്രിൽ 30. ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ചട്ടമ്പിസ്വാമികളോടുള്ള ആദരസൂചകമായി പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2014 ഏപ്രിൽ 30. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അഞ്ചുതെങ്ങുകോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? തിരുവനന്തപുരം. അഞ്ചുതെങ്ങുകോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. കണ്ണൂരിലെ സെന്റ് ആഞ്ചലോസ് കോട്ട, പള്ളിപ്പുറം കോട്ട എന്നിവ നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. കണ്ണൂരിലെ സെന്റ് ആഞ്ചലോസ് കോട്ട, എറണാകുളത്തുള്ള പള്ളിപ്പുറം കോട്ട എന്നിവ നിർമ്മിച്ചത് പോർച്ചുഗീസുകാർ. തലശ്ശേരി കോട്ട നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ്. തലശ്ശേരി കോട്ട നിർമ്മിച്ചത് ബ്രിട്ടീഷുകാർ. മരക്കാർ കോട്ട നിർമ്മിച്ചത് കുഞ്ഞാലി മൂന്നാമൻ. മരക്കാർ കോട്ട നിർമ്മിച്ചത് കുഞ്ഞാലി മൂന്നാമൻ. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്ന് വിശേഷിപ്പിച്ച കോട്ടയാണ് ചാലിയം കോട്ട. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്ന്
വിശേഷിപ്പിച്ച കോട്ടയാണ് ചാലിയൻകോട്ട. ചാലിയൻകോട്ട തകർത്തത് കുഞ്ഞാലി 3. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് ബേക്കൽ കോട്ട. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ബേക്കൽ കോട്ട. ഡച്ചുകാർ 16-ാം നൂറ്റാണ്ടിൽ ഗുരുവായൂരിൽ നിർമ്മിച്ച കോട്ടയാണ് ചേറ്റുവ കോട്ട. ഡച്ചുകാർ 16-ാം നൂറ്റാണ്ടിൽ ഗുരുവായൂരിൽ നിർമ്മിച്ച കോട്ടയാണ് ചേറ്റുവ കോട്ട. അടുത്ത ക്വസ്റ്റ്യൻ. പഴശ്ശി കലാപം പ്രമേയമാക്കി കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയതാര്? പഴശ്ശി കലാപം പ്രമേയമാക്കി കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയതാര്? ആരാണ്? MT വാസുദേവൻ നായർ. MT വാസുദേവൻ നായരാണ് കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയത്. ഒന്നാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാരണം തെറ്റായ നികുതി നയം. ഒന്നാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാരണം എന്തായിരുന്നു? തെറ്റായ നികുതി നയം. കേരള സിംഹം എന്നറിയപ്പെട്ടത് പഴശ്ശിരാജയാണ്. പഴശ്ശി കലാപത്തിന്റെ പ്രധാന കേന്ദ്രമായിരുന്നു പുരളിമല, കണ്ണൂർ. പഴശ്ശി കലാപത്തിന്റെ പ്രധാന കേന്ദ്രം പുരളിമല, കണ്ണൂർ. ഒന്നാം പഴശ്ശി കലാപം അവസാനിപ്പിക്കാൻ ഇടനിലക്കാരനായി നിന്നത് ചിറക്കൽ രാജാവാണ്. ഒന്നാം പഴശ്ശി കലാപം അവസാനിപ്പിക്കാൻ ഇടനിലക്കാരനായി നിന്നത് ചിറക്കൽ രാജാവ്. രണ്ടാം പഴശ്ശി കലാപത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ്. രണ്ടാം പഴശ്ശി കലാപത്തിനുള്ള കാരണം എന്തായിരുന്നു? ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചത്. ഓക്കെ കൂട്ടുകാരെ, നമ്മൾ ഇതുപോലെ PYQs സീരീസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വളരെയേറെ പ്രയോജനപ്പെടുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്